ഇച്ചായൻ്റെ ബർത്ത്ഡേ നവംബർ 23-നായിരുന്നു കേട്ടോ. വലിയ കാര്യമായിട്ടൊന്നും ആഘോഷിച്ചില്ല. ചെറിയ രീതിയിൽ എൻ്റെ വകയൊരു സർപ്രൈസായിട്ട് കേക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ആ കേക്കൊക്കെ ഉണ്ടാക്കുന്നതും പിന്നെ കേക്ക് മുറിക്കുന്നതും കുഞ്ഞുങ്ങൾ കൊടുത്ത ഗിഫ്റ്റും ഒക്കെ ചേർത്തിട്ട് ആ ഒരു ദിവസത്തെ ചെറിയ ചെറിയ സന്തോഷങ്ങളാട്ടോ ഇന്ന് കൊണ്ടുവന്നേക്കുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടു നോക്കണേ. നമ്മുടെ ബർത്ത്ഡേക്കാരൻ ഇന്നിപ്പോൾ ഇവിടെ ഇല്ല. അപ്പോൾ മോർണിംഗിലായിരിക്കും നമ്മൾ കേക്ക് കട്ട് ചെയ്യുക. അതായത് അടുത്ത ദിവസം ബർത്ത്ഡേയുടെ നാളില്ല ഇവിടെ ശരിക്കും. അപ്പോൾ നമ്മൾ സർപ്രൈസായിട്ട് കേക്ക് സെറ്റ് ചെയ്യാൻ പോകാം കേട്ടോ. അതെല്ലാം കാണിക്കാം കേട്ടോ. കേക്ക് റെഡി ആകുമ്പോൾ ഞാൻ കാണിക്കാമേ. അപ്പോൾ ശരി എന്നാൽ കാണാം. നമ്മുടെ കേക്ക് സെറ്റ് ആയിട്ടുണ്ട്, കാണിച്ചു തരാവേ. കണ്ടോ, നമ്മുടെ കേക്കെല്ലാം സെറ്റായി. പിന്നെ നമ്മൾ ആ ബേക്കായി വന്ന കേക്കിനെ ഈ ഒരു പരുവത്തിലേക്ക് ചെറിയൊരു ഡിസൈൻ കൊടുത്താട്ടോ, സിമ്പിളായിട്ടൊരു ഡിസൈൻ കൊടുത്ത് ഹാപ്പി ബർത്ത്ഡേ ടോപ്പറും ഒക്കെ വെച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മളിത് ഫ്രിഡ്ജിലേക്ക് സെറ്റാകാൻ വെച്ചിട്ടുണ്ടായിരുന്നു. പിറ്റേ ദിവസം ഞാൻ പറഞ്ഞ പോലെ തന്നെ പിറ്റേ ദിവസം രാവിലെ, അതായത് സൺഡേ രാവിലെ കുർബാനയൊക്കെ കഴിഞ്ഞ് വന്നതിന് ശേഷമാണ് നമ്മൾ ഈ കേക്ക് കട്ട് ചെയ്തത്. അതിന് ഞങ്ങളെല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് കേക്കൊക്കെ കട്ട് ചെയ്ത് ഭയങ്കര ഹാപ്പി ആയിട്ട്, ഞാൻ ഭയങ്കര പാട്ടായിരുന്നു കേട്ടോ, ഹാപ്പി ബർത്ത്ഡേ ടു യു അങ്ങനെ അങ്ങനെ ഞങ്ങൾ എൻജോയ് ചെയ്ത് അടിപൊളിയായിട്ടോ ഒരു ദിവസം പൊളിച്ചു തന്നെ പറയാം. ഞങ്ങളുടെ ചെറിയ ചെറിയ സന്തോഷങ്ങൾ, പക്ഷേ അത് എന്താ പറയണ്ടേ, മനസ്സിൽ ഭയങ്കര വലിയ സന്തോഷമായിരുന്നു എന്ന് തന്നെ പറയാം കേട്ടോ. അങ്ങനെ നമ്മുടെ കേക്ക് മുറിക്കുന്നത് കണ്ടോളൂ. നമ്മുടെ അപ്പൂസും ഇങ്ങൂസും ഉണ്ടല്ലോ, അവന്മാർ കട്ടയ്ക്ക് സപ്പോർട്ടായിരുന്നു കേട്ടോ. പപ്പയ്ക്ക് ഗിഫ്റ്റ് കൊടുക്കണം, പപ്പയ്ക്ക് കേക്ക് എന്തായാലും ഉണ്ടാക്കണം, അമ്മ എത്ര വയ്യെങ്കിലും പപ്പയ്ക്കൊരു കേക്ക് ഉണ്ടാക്കണം, അങ്ങനെയൊക്കെ പറഞ്ഞ് നല്ല ചക്കരക്കുട്ടന്മാർ പപ്പയ്ക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് അവന്മാർ പറഞ്ഞ പോലെ അവന്മാർ സെലക്ട് ചെയ്ത കേക്ക് തന്നെ കേട്ടോ ഞാൻ ഉണ്ടാക്കിയത്. അതിൻ്റെ ഡീറ്റെയിൽസും പേരും ഒക്കെ ഞാൻ പിന്നെ അടുത്തൊരു വീഡിയോയിൽ പറയാം കേട്ടോ. പിന്നെ അവരുടെ വകത ഈ ഒരു ഗിഫ്റ്റ് ഉണ്ടായിരുന്നു, ഒരു ബർത്ത്ഡേ കാർഡ്സൊക്കെ ഉണ്ടാക്കി സെറ്റാക്കി. പിന്നെ അങ്ങനെ ആ ഒരു ദിവസം ഫുൾ അങ്ങനെ പോയി. പിന്നെ നൈറ്റായപ്പോൾ ഞങ്ങളൊരു മൂവിക്ക് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ ഒരുമിച്ച് കുറേ നാളുകൾക്ക് ശേഷം ഒരു മൂവിയൊക്കെ കണ്ട് വെച്ച് പൊളിച്ച് അങ്ങനെ അന്നത്തെ ദിവസം അങ്ങനെ ഞാൻ കഴിഞ്ഞു കേട്ടോ. മൂവി ഏതാണെന്ന് അറിയണോ? ലാസ്റ്റ് കാണിക്കാം കേട്ടോ. അപ്പോൾ ശരി, ടാറ്റ ബൈ ബൈ, സീ യു.